ഈ പ്രമേഹമുള്ളവരെ ശ്രദ്ധിച്ചാൽ മതി. അവർ സാധാരണ രീതിയിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ ടെസ്റ്റും ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ഒക്കെ ഓക്കെ ആണോ അതൊക്കെ നോക്കും. അതേപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യും, അത് നോർമൽ ആണെന്ന് നോക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോർമൽ ആണെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ പൊതുവെ പോകാറുള്ളത് ഭൂരിഭാഗവും. പക്ഷേ പലപ്പോഴും ഈ പ്രമേഹമുള്ളവരിൽ കാണുന്ന നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം നോർമൽ ആയിരിക്കും. പക്ഷേ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കായിരിക്കും അവർക്ക് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി പ്രശ്നം വന്നു എന്നുള്ളതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്നായിരിക്കും ഇത് കാണിക്കുന്നത്. പലപ്പോഴും കിഡ്നി കണ്ടീഷനിൽ നമ്മൾ ഈ എന്താ പറയാ യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇതൊക്കെയാണ് പൊതുവെ ചെക്ക് ചെയ്യാറ്. പക്ഷെ പ്രമേഹ പ്രശ്നമുള്ള ആളുകളിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് EGFR ആണ്. അതായത് നമ്മുടെ ഫിൽട്രേഷൻ എത്രത്തോളം ക്ലിയർ ആണ്, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സിസ്റ്റാറ്റിൻ C എന്ന് പറയുന്നത് ഇത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഈ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും കിട്ടത്തില്ല. അവസാനം ക്രിയാറ്റിൻ കൂടി അയ്യോ ഇനിയും പ്രശ്നമാണ് എന്ന് പറയുന്നതാണ്. ക്രിയാറ്റിൻ കൂടുന്നതിന് ഒത്തിരി മുമ്പേ കിഡ്നിക്ക് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് അറ്റാക്ക് വരുന്നത്. അറ്റാക്കും സ്ട്രോക്ക് ഉണ്ടാകുന്നതിന്റെ മെയിൻ ആദ്യമേ ലക്ഷണങ്ങൾ മനസ്സിലാവും. കാലിലെ രോമം കൊഴിയാൻ തുടങ്ങും, അതേപോലെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങും, കൈയും കാലും ശോഷിക്കാൻ തുടങ്ങും, മസിൽ പിടുത്താൻ തുടങ്ങും, ഉദാഹരണ പ്രശ്നം തുടങ്ങും, കാഴ്ച മങ്ങി വരും, ഷോൾഡർ സ്റ്റിഫ്നെസ് ഉണ്ടാവും. ഇതൊക്കെ ഡാമേജുകളാണ്. ഇത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ്, നെർവ്സിനെല്ലാം ബ്ലോക്കുകൾ ഉണ്ടായി ഡാമേജ് വരികയാണ്. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നോർമൽ ആയിരിക്കും. പക്ഷെ ഒറ്റയടിക്കായിരിക്കും ചിലപ്പോൾ അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വരുമ്പോഴേ നമ്മൾ ഈ ബ്ലോക്കേജുകൾ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങൾ, അതിന്റെ റിപ്പയർ പണികൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഗുളിക എടുക്കുന്നുണ്ട്, റെഗുലർ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെയാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാനായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാലോ ഇൻസുലിൻ എടുത്താലോ അല്ലെന്നുണ്ടെങ്കിൽ എത്ര ഭക്ഷണം നിയന്ത്രിച്ചാലോ ഒന്നും നടക്കത്തില്ല. അതിന് അതിൻ്റെതായ കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു വണ്ടി സർവീസ് ചെയ്യുന്നില്ല, നമ്മൾ ബോഡി ഒന്ന് സർവീസ് ചെയ്യണം. അവർ പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്നവരെ എടുത്തോട്ടെ, അവരെടുക്കണം. BP എടുക്കുന്നവരെ എടുക്കണം, കൊളസ്ട്രോൾ എടുക്കണം. പക്ഷേ നമ്മുടെ അവയവങ്ങളെ കൂടെ പണിയെടുപ്പിക്കാനുള്ള കാര്യങ്ങളൂടെ അതിന്റെ കൂടെ ചെയ്തു കൊണ്ടുവന്നിട്ട് പിന്നെ പ്രമേഹത്തിന്റെ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കണം, BP കുറയ്ക്കണം, കൊളസ്ട്രോളിനെ കുറയ്ക്കണം, കുറച്ച് കൊണ്ടുവരണം. അല്ലാതെ മരുന്നുകളുടെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടി എന്നുള്ളതാണ് കണക്ക്. അത് കുറച്ചുകൊണ്ട് വരുവാണെങ്കിൽ പകുതി പണി നമ്മുടെ അവയവങ്ങൾ ചെയ്യുന്നു. ആ അവയവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മരുന്നെടുക്കുന്നവർ അത് എടുക്കണം. പക്ഷെ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അത് കൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.